കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. പരിപാടിയുടെ സംഘാടകർ ലൈസൻസ് തേടി നഗരസഭയെ സമീപിച്ചിരുന്നു. എന്നാൽ ടിക്കറ്റ് ഇല്ലാതെ നടത്തുന്ന പരിപാടിയാണെന്ന് അറിയിച്ചതിനാൽ അപേക്ഷ നിരസിച്ചു. ഇക്കാര്യം ഹെൽത്ത് ഇൻസ്പെക്ടർ മേലധികാരികളെ അറിയിക്കാതിരുന്നതാണ് നടപടിക്ക് കാരണം. വിശദാംശങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ്, ഓരോ ദിവസവും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രദീപ്? ഉമാ തോമസ് MLA വേദിയിൽ നിന്ന് വീണതോടെ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം നിരവധി വീഴ്ചകൾ കണ്ടെത്തിയ ഈ പരിപാടിയിൽ സാങ്കേതികമായ മറ്റു ചില വീഴ്ചകൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഇന്നലെ മേയർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു പരിപാടി നടക്കുന്ന കാര്യം സംഘാടകർ ആരും നഗരസഭയെ അറിയിച്ചിട്ടേ ഇല്ല എന്നാണ്. എന്നാൽ നഗരസഭയെ അറിയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് നഗരസഭയുടെ കലൂർ 16-ാം ഡിവിഷനിൽപ്പെടുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ ഇക്കാര്യം കാണിച്ച് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇത് പാസ് വെച്ച് നടത്തുന്ന ഒരു പരിപാടിയല്ല എന്ന് കാണിച്ചുകൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ അപേക്ഷ നിരസിച്ചു. അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് കാണിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇത്തരത്തിലൊരു അപേക്ഷ തനിക്ക് ലഭിച്ച കാര്യം മേലധികാരികളെ, അതായത് റവന്യൂ വിഭാഗത്തെയോ കോർപ്പറേഷൻ സെക്രട്ടറിയെയോ അറിയിച്ചില്ല. ഇത്തരത്തിലുള്ള വീഴ്ചകളുടെ പേരിലാണ് കോർപ്പറേഷൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ MN നിതയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മേയർ ഉത്തരവിറക്കിയിരിക്കുന്നത്. അവർ ഇക്കാര്യം മേലധികാരികളെ അറിയിക്കണമായിരുന്നു. മാത്രവുമല്ല, സ്റ്റേഡിയത്തിൽ പോയി പരിശോധന നടത്തേണ്ടിയിരുന്നു എന്നും മേയർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു അപേക്ഷ നൽകുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യത്തിൽ അത് നൽകേണ്ടത് തൊട്ട് തലേ ദിവസം മാത്രമല്ല, നേരത്തെ തന്നെ നൽകേണ്ടതാണ്. മറ്റൊന്ന്, ഹെൽത്ത് വിഭാഗത്തിനല്ല ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നുണ്ട് എങ്കിൽ അപേക്ഷ നൽകേണ്ടത് അത് റവന്യൂ വിഭാഗത്തിനാണ്. പ്രത്യേകിച്ചും ടിക്കറ്റ് വെച്ച് നടത്തുന്ന പരിപാടി എന്നുള്ള സ്ഥിതിക്ക് റവന്യൂ വിഭാഗത്തിനാണ് അപേക്ഷ നൽകേണ്ടത്. ഇത് രണ്ടും സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരുപക്ഷെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടറോ നഗരസഭയിലെ മറ്റ് അധികൃതരോ പോയി നോക്കിയിരുന്നു എങ്കിൽ തന്നെ ഈ അനധികൃത നിർമ്മാണം കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കാരണം പരിപാടി നടക്കുന്ന ദിവസം രാവിലെയാണ് ഈ രണ്ടാമത്തെ സ്റ്റേജിന്റെ, അതായത് അനധികൃതമായി നിർമ്മിച്ച സ്റ്റേജിന്റെ നിർമ്മാണം പൂർത്തിയായത്. എന്തായിരുന്നാലും ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായി എന്ന് ബോധ്യമായതിനെ തുടർന്നാണ് അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്